Hi everyone, welcome to our social science class. Today's class is about the socio-economic life of the Mauryan period. Let us examine the socio-economic life during the Mauryan period. The main features of the socio-economic life during Mauryan period. Social stratification based on Chaturvarnya doctrine prevailed. മൗര്യ കാലഘട്ടത്തിൽ ചാതുർവർണ്ണ്യം നിലനിന്നിരുന്നു. വാട്ട് ഡസ് ചാതുർവർണ്ണ്യ മീൻ? വി ഹാവ് ഓൾറെഡി ലേൺ ദിസ്. വി ലേൺ ദിസ് വെൻ വി സ്റ്റഡീഡ് ദി ലേറ്റർ വേദിക് പീരിയഡ്. ദി സൊസൈറ്റി ഗോട്ട് ഡിവൈഡഡ് ഇൻ ടു 4 based on occupation. The Brahmins, the Kshatriya, the Vaishya and the Shudra. ഒക്കുപ്പേഷൻ്റെ അല്ലെങ്കിൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയെ 4 ഡിവൈഡ് ചെയ്തിരുന്ന കാലഘട്ടം ലേറ്റർ വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു. അത് ബ്രാഹ്മിൺസ്, ക്ഷത്രിയ, വൈശ്യാസ്, ശൂദ്രാസ് എന്നറിയപ്പെടുന്ന 4 വിഭാഗങ്ങൾ. ഇതായിരുന്നു ചാതുർവർണ്ണ്യം എന്നറിയപ്പെട്ടിരുന്നത്. ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥ മൗര്യൻ കാലഘട്ടത്തിലും ഭരണകാലഘട്ടത്തിലും നിലനിന്നിരുന്നു. ശൂദ്രാസ് വെയർ കൺഫൈൻഡ് ടു അഗ്രികൾച്ചറൽ വർക്ക്. ഇതിൽ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ശൂദ്രാസ് ആയിരുന്നു. അവിടുത്തെ കാർഷിക പ്രവർത്തികൾ ചെയ്തിരുന്നത് ശൂദ്രാസ് ആയിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, ബുദ്ധിസം ആൻഡ് ജൈനിസം ബിക്കെയിം മോർ പോപ്പുലർ. ഈ കാലഘട്ടത്തിൽ ബുദ്ധിസവും ജൈനിസവും വളരെ പോപ്പുലറായിരുന്നു. അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഫ്ലറിഷ്ഡ്. കൃഷിയും കച്ചവടവും വളരെ പുരോഗതി പ്രാപിച്ചു. ദി റൂളേഴ്സ് പ്രൊവൈഡഡ് ബെറ്റർ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ. ഈ കാലഘട്ടത്തിൽ മൗര്യ രാജാക്കന്മാർ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും അതിനായിട്ട് പുതിയ ബെറ്റർ ഇറിഗേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. അതായത് കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് കൃഷിയിൽ വളരെയധികം പ്രോഗ്രസ് ഉണ്ടായി. Then handicrafts like sewing and weaving existed. ഈ കൃഷിക്ക് പുറമെ മറ്റ് തൊഴിലുകളായ ഹാൻഡിക്രാഫ്റ്റ്സ് വർക്കുകൾ ലൈക്ക് സ്വീയിങ് ആൻഡ് വീവിങ് ഈസ് എക്സിസ്റ്റഡ്. തുണി നെയ്ത്തും തുന്നലും അതൊക്കെ നിലനിന്നിരുന്നു. കോയിൻസ് വെയർ ഇൻ ദി യൂസ് ഫോർ ട്രാൻസാക്ഷൻസ്. കച്ചവടത്തിനായിട്ട് പണമിടപാടുകൾക്കായിട്ട് കോയിൻസ് യൂസ് ചെയ്യുന്നു, നാണയങ്ങൾ യൂസ് ചെയ്തിരുന്നു. ദെൻ several roads were constructed for the progress of trade. ഇനി കച്ചവടത്തിൻ്റെ പുരോഗതിക്കായിട്ട് ധാരാളം പുതിയ റോഡുകൾ കൺസ്ട്രക്റ്റ് ചെയ്തിരുന്നു. നമുക്ക് ലെറ്റ് us revise this again. The features of the socio-economic life during the Mauryan period. First one, social stratification based on Chaturvarnya doctrine prevailed. Then Shudras were confined to agricultural work. Buddhism and Jainism became more popular. Agriculture and trade flourished. The rulers provided better irrigation facilities for the progress of agriculture. Handicrafts like sewing and weaving existed. Coins were in the use for transactions. Several roads were constructed for the progress of trade. We can see the progress in the field of architecture and sculpture during the Mauryan period. The given picture is of the stupa built by Emperor Ashoka at Sanchi. Several such stupas were built during the reign of the Mauryas. Look at this picture. Look at this stupa. The given picture is of the stupa built by Emperor Ashoka at Sanchi. മധ്യപ്രദേശിലെ സാഞ്ചിയിൽ
അശോക ചക്രവർത്തി പണി കഴിപ്പിച്ചതാണ് ഈ സ്തൂപ. വാട്ട് ഡു യു മീൻ ബൈ സ്തൂപ? എ സ്തൂപ ഈസ് എ ഡോം ഷേപ്ഡ് ബിൽഡിംഗ് ഇറക്റ്റഡ് അസ് എ ബുദ്ധിസ്റ്റ് ഷ്രൈൻ. അതായത് എ ഡോം ഷേപ്ഡ് ബിൽഡിംഗ് ഇറക്റ്റഡ് as a Buddhist shrine or Buddhist place of worship. ഈ ഡോം ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് അത് ബുദ്ധിസ്റ്റുകളുടെ ആരാധനാലയം ആണ്. അപ്പം അശോക ചക്രവർത്തി മധ്യപ്രദേശിലെ സാഞ്ചിയിൽ പണി കഴിപ്പിച്ചതാണ് ഈ സ്തൂപ. സെവറൽ സച്ച് സ്തൂപാസ് വെയർ ബിൽറ്റ് ഡ്യൂറിങ് ദി റെയിൻ ഓഫ് ദി മൗര്യൻസ്. ഇതുപോലെയുള്ള ധാരാളം സ്തൂപാസ് മൗര്യ കാലഘട്ടത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബിസൈഡ്സ് ദീസ്, ദി മൗര്യ കിങ്സ് ബിൽറ്റ് മെനി പാലസസ് ആൻഡ് സെവറൽ പില്ലേഴ്സ് ലൈക്ക് ദി വൺ അറ്റ് സാരനാഥ്. ഓൾ ദീസ് മോണ്യുമെൻറ്റ്സ് പോയിൻറ്റ് ടു ദി പ്രോഗ്രസ് ഇൻ ദി ഫീൽഡ്സ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് സ്കൾപ്ചർ ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. Besides these, the Maurya kings built many palaces and several pillars like the one at Sarnath. മുകളിൽ പറഞ്ഞ സ്തൂപങ്ങളെ കൂടാതെ ധാരാളം പാലസുകളും അതുപോലെ സെവറൽ പില്ലേഴ്സ്, സാർനാഥിലെ പില്ലർ പോലെയുള്ള ധാരാളം പില്ലറുകളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മൗര്യ രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ മിക്ക പില്ലറുകളും തന്നെ ബുദ്ധമത പ്രചരണത്തിനായിട്ടാണ് അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഓൾ ദീസ് മോണ്യുമെൻറ്റ്സ് പോയിൻറ്റ് ടു ദി പ്രോഗ്രസ് ഇൻ ദി ഫീൽഡ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് സ്കൾപ്ചർ ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. ഇവയെല്ലാം തന്നെ അക്കാലഘട്ടത്തിലെ മൗര്യൻ പീരീഡിലെ വാസ്തുശില്പവിദ്യയിലും പ്രതിമാ നിർമ്മാണത്തിലുമുള്ള പ്രോഗ്രസ്സിനെ കാണിക്കുന്നവയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. You don't forget to read your lessons every day. Okay? Thank you.